ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററാണ് സൊല്യൂഷൻസ്. കേട്ടിട്ടില്ലേ സൊല്യൂഷൻസ്? എന്താ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന സൊല്യൂഷൻസ് ഏതൊക്കെയാണ്? ഷുഗർ സൊല്യൂഷൻ, സാൾട്ട് സൊല്യൂഷൻ ഇല്ലേ, പഞ്ചസാര വെള്ളം, ഉപ്പുവെള്ളം, ഇതൊക്കെ സൊല്യൂഷൻസ് ആണ് ഇല്ലേ. അപ്പോൾ ഈ പഞ്ചസാര വെള്ളത്തിലും ഉപ്പുവെള്ളത്തിലൊക്കെ ആരൊക്കെ ഉണ്ടാകും? പഞ്ചസാര വെള്ളത്തിൽ ആരൊക്കെ ഉണ്ടാകും? പഞ്ചസാരയും ഉണ്ടാകും, വാട്ടറും ഉണ്ടാകും ഇല്ലേ. അവിടെ പഞ്ചസാരയാണോ വാട്ടറാണോ കൂടുതൽ ഉണ്ടാവുക? വാട്ടറാണ് കൂടുതൽ ഉണ്ടാവുക അല്ലേ. അങ്ങനെ അപ്പോൾ ഇവിടെ വാട്ടർ ആണെങ്കിൽ ഇപ്പോൾ ഷുഗറും ഉണ്ടാവും വാട്ടറും ഉണ്ടാകും അല്ലേ. ഷുഗർ എന്താണ്? കുറച്ച് എമൗണ്ടിലാണ് ഇല്ലേ. വാട്ടർ കൂടുതൽ എമൗണ്ടിലുണ്ടാവും. നമ്മൾ ഈ വെള്ളത്തിലാണ് ഈ ഷുഗർ ഇട്ടിട്ട് അതിലാണ് ലയിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഷുഗറിന് നമ്മൾ പറയുന്ന പേരാണ് സൊല്യൂട്ട്. മനസ്സിലായല്ലോ. വാട്ടറിന് പറയുന്ന പേരാണ് ഇവിടെ സോൾവെൻറ്റ്. എന്നിട്ട് ഇത് രണ്ടും കൂടി കൂടിയിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? സൊല്യൂഷൻ ഉണ്ടായിട്ടുള്ളത്. ഷുഗർ സൊല്യൂഷൻ നമുക്ക് ഉണ്ടായത് എങ്ങനെയാണ്? സൊല്യൂഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ്? സൊല്യൂട്ടും സോൾവെൻറ്റും സോൾവെൻറ്റിൽ സൊല്യൂട്ട് ലയിച്ചിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? സൊല്യൂഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്താന്ന്? അതായത് ആ വെള്ളമാണെങ്കിൽ ഇപ്പം നമ്മൾ സൊല്യൂട്ട് എന്തിലാണോ ലയിപ്പിക്കുന്നത് അതാണ് സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ. പിന്നെ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ലയിപ്പിക്കുന്ന സാധനം. ഇപ്പോൾ പഞ്ചസാര വെള്ളത്തിൽ പഞ്ചസാര സൊല്യൂട്ടും വാട്ടർ സോൾവെൻറ്റും. ഓക്കെ, പിന്നെ രണ്ടും കൂടി ചേർന്നാൽ സൊല്യൂഷനായി. ഓക്കെ, ഇത്രയാണ് സൊല്യൂട്ടും സോൾവെൻറ്റും. ഐഡിയ ക്ലിയർ ആയി എന്ന് തോന്നുന്നു അല്ലേ. ഇനി നോക്കൂ, ഇപ്പോൾ സൊല്യൂട്ടാണെങ്കിൽ ഒരു സൊല്യൂഷൻ എടുക്കാം. നമ്മൾ പഞ്ചസാര വെള്ളം എടുത്താൽ ആ പഞ്ചസാര വെള്ളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ടേസ്റ്റ് ആവൂലേ അല്ലേ. അതുകൊണ്ട് നമുക്ക് പറയാം ആ സൊല്യൂഷൻ എന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണെന്ന് പറയാം ഇല്ലേ. സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. പിന്നെയോ അതിൽ ആരൊക്കെ ഉള്ളത്? ഷുഗറും ഉണ്ട് വാട്ടറും ഉണ്ട് അല്ലേ. സൊല്യൂഷൻ പഞ്ചസാര വെള്ളത്തിൻ്റെ എല്ലായിടത്തും ഒരേ ടേസ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ആ ഷുഗർ സൊല്യൂഷൻ എന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. പിന്നെ അതിലുള്ളത് രണ്ടാളുകളാണ്. ആരൊക്കെയാണ്? ഒരു സൊല്യൂട്ടും ഉണ്ട്, ഒരു സോൾവെൻറ്റും ഉണ്ട് ഇല്ലേ. അപ്പോൾ ഈ സൊല്യൂട്ടും സോൾവെൻറ്റും കെമിക്കലി റിയാക്ട് ചെയ്യുമോ? ഇല്ലോ? ഉണ്ടോ? പഞ്ചസാരയ്ക്ക് വെള്ളം ഒഴിച്ചാൽ രണ്ടും കൂടി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ടോ? ഇല്ല. പകരം എന്താണ്? അത് വെള്ളത്തിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. അത് രാസപ്രവർത്തനമല്ല. അല്ലല്ലോ. അല്ല. അപ്പോൾ നമുക്ക് പറയാം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഒരു ഷുഗർ സൊല്യൂഷൻ. ഇപ്പോൾ നമ്മൾ ആ കേസ് തന്നെ എടുത്തോട്ടെ. ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. അതിലുള്ളത് റിയാക്ട് ചെയ്യാത്ത രണ്ട് വസ്തുക്കളാണ്. തമ്മിൽ റിയാക്ട് ചെയ്യാത്ത രണ്ട് വസ്തുക്കളാണ്. അപ്പോൾ സൊല്യൂഷനെ പറ്റിയിട്ട് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാം. സൊല്യൂഷൻസിനൊരു ഡെഫിനിഷൻ കൊടുക്കാം. എന്തൊക്കെയാണ്? സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. സൊല്യൂഷൻ എന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അപ്പോൾ ഏതൊരു സൊല്യൂഷൻ എടുത്താലും അതിൻ്റെ എല്ലായിടത്തും ഒരേ സ്വഭാവമായിരിക്കും. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ എന്താണ്? സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more കെമിക്കലി നോൺ റിയാക്ടിങ് സബ്സ്റ്റൻസസ് അല്ലേ. എന്തിനാണ്? ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more കെമിക്കലി നോൺ റിയാക്ടിങ് substances. Chemically non-reacting substances. നമുക്ക് എന്ത് പറയാം? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കലി നോൺ റിയാക്ടിങ്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത രണ്ട് വസ്തുക്കളുടെ ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. ഒരേപോലുള്ള ഒരു ഹോമോജീനിയസ് മിക്സ്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഒരു സൊല്യൂഷൻ എന്ന് പറയാം അല്ലേ. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഷുഗർ സൊല്യൂഷനിൽ ഷുഗർ വേറെയും പഞ്ചസാര വേറെയായിട്ട് ഷുഗർ വേറെയും വാട്ടർ വേറെയായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരേപോലത്തെ മിക്സ്ചർ അല്ലേ. ടേസ്റ്റും ഒന്നാണ്,
പിന്നെ അതുപോലെ തന്നെ വെള്ളം പോലെ നമുക്ക് തോന്നുക അല്ലേ. അതുകൊണ്ടാണ് അതൊരു ഹോമോജീനിയസ് മിക്സ്ചറാന്ന് പറഞ്ഞത്. അതിലുള്ളത് 2 നോൺ റിയാക്റ്റീവ് സബ്സ്റ്റൻസുമാണ്. അപ്പോൾ 2 നോൺ റിയാക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ ഹോമോജീനിയസ് മിക്സ്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തൊക്കെയുണ്ട് സൊല്യൂഷനിൽ. ആരൊക്കെ ഉണ്ട്? ഒരു സൊല്യൂട്ടും ഉണ്ട്, ഒരു സോൾവെൻറ്റും ഉണ്ട് അല്ലേ. നമ്മൾ കെമിക്കലി നമ്മൾ ഒരു സൊല്യൂട്ട്, ഇനി ഈ പാഠത്തിൽ മൊത്തം സൊല്യൂട്ട് സോൾവെൻറ്റ് നമ്മൾ പറയില്ല. അതിന് പകരം സോൾവെൻറ്റിന് നമ്മൾ എ എന്നും കൊടുക്കും, സൊല്യൂട്ടിന് നമ്മൾ ബി എന്നും കൊടുക്കും കേട്ടോ. ഈ 2 ടേമാണ് നമ്മൾ ഇനി പാഠത്തിൽ പറയും. ഓക്കെ, അപ്പോൾ അതിനാണ് ഞാനിപ്പോൾ ഇവിടെ എയും ബിയും എന്താണെന്ന് മനസ്സിലായത്. പറഞ്ഞു തന്നത് സോൾവെൻ്റ് എന്താണ്, എ ആണ്, സൊല്യൂട്ട് ബി ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ഏതൊക്കെ സൊല്യൂഷൻസ് ആണ്? ഒന്നാമത്തെയാണ് ഗ്യാഷ്യസ് സൊല്യൂഷൻ. ഗ്യാഷ്യസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസുകൾ, 2 ഗ്യാസുകൾ ചേർന്നിട്ട് അതൊരു സൊല്യൂഷനായിട്ട് നിൽക്കാം. അതും ഒരു സൊല്യൂഷനാണ്. ഇപ്പോൾ ഹൈഡ്രജനും നൈട്രജനും അത് 2 കൂടി ചേർന്ന് അതൊരു സൊല്യൂഷൻ പോലെ നിൽക്കുകയാണെങ്കിൽ അതും ഒരു സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഗ്യാഷ്യസ് സൊല്യൂഷൻ, ഗ്യാഷ്യസ് സൊല്യൂഷനിൽ സോൾവെൻ്റ് ആരായിരിക്കും? സോൾവെൻ്റ് ആരായിരിക്കും? ഗ്യാഷ്യസ് സൊല്യൂഷനിൽ സോൾവെൻ്റ് ഗ്യാസ് തന്നെയായിരിക്കും. സൊല്യൂട്ട് ആരായിരിക്കാം? അത് ചിലപ്പോൾ സോളിഡ് ആവാം, ചിലപ്പോൾ ലിക്വിഡ് ആവാം, ചിലപ്പോൾ ഗ്യാസ് ആവാം, ആരാവാം. അപ്പോൾ ഗ്യാഷ്യസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ അത് ഗ്യാസിൻ്റെ രൂപത്തിൽ നമുക്ക് തോന്നും. അതെന്തുകൊണ്ടാണ്? അവിടെ സോൾവെൻ്റ് ഗ്യാസ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ നോക്കി നോക്കൂ, ഇപ്പോൾ ഷുഗർ സൊല്യൂഷനിൽ നമുക്ക് ഷുഗർ സൊല്യൂഷൻ ലിക്വിഡ് പോലെ കാണാം. ഈ ലിക്വിഡ് പോലെ നമുക്ക് എന്താ തോന്നാൻ കാരണം എന്താണ്? നമ്മുടെ സോൾവെൻ്റ് അവിടെ ലിക്വിഡാണ് അല്ലേ. നമ്മൾ കുറേ എടുക്കുന്നത് അവിടെ ലിക്വിഡാണ് അല്ലേ. പിന്നെ അതിലേക്ക് സൊല്യൂട്ട് കുറച്ചേ ഉള്ളൂ നമ്മൾ ആഡ് ചെയ്യുന്നത്. സൊല്യൂട്ട് എന്താണ്? അവിടെ സോളിഡാണ്, ഷുഗറാണ് അല്ലേ. പക്ഷേ ഇവിടെ അപ്പോൾ അതുപോലെ തന്നെ എന്തായിരിക്കും? ഗ്യാഷ്യസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സോൾവെൻ്റ് ഗ്യാസ് ആയിരിക്കാം. സൊല്യൂട്ട് എന്തോ ആയിക്കോട്ടെ, സോളിഡ് ആയിക്കോട്ടെ, ലിക്വിഡ് ആയിക്കോട്ടെ, ഗ്യാസ് ആയിക്കോട്ടെ. ഇനി അടുത്തത് ലിക്വിഡ് സൊല്യൂഷൻ. ലിക്വിഡ് സൊല്യൂഷനിൽ എങ്ങനെയായിരിക്കും? സോൾവെൻ്റ് ഏതായിരിക്കും? ലിക്വിഡ് സൊല്യൂഷൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ഷുഗർ സൊല്യൂഷൻ അല്ലേ. അപ്പോൾ സോൾവെൻ്റ് ഏതായിരിക്കും? ലിക്വിഡ് ആയിരിക്കും അല്ലേ. സൊല്യൂട്ട് ഏതാവാം? സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം, ഏതും ആയിക്കോട്ടെ. പക്ഷേ ലിക്വിഡ് സൊല്യൂഷനിൽ സോൾവെൻ്റ് ഏതായിരിക്കും? ലിക്വിഡ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി സോളിഡ് സൊല്യൂഷനിൽ ആരായിരിക്കും? സോൾവെൻ്റ് ആരായിരിക്കും? ഇതേപോലെ തന്നെ സോളിഡ് ആയിരിക്കും അല്ലേ. സൊല്യൂട്ട് ആരാകാം? സോളിഡ് ആവാം, ലിക്വിഡ് ആയിക്കോട്ടെ, ഗ്യാസ് ആയിക്കോട്ടെ. സൊല്യൂട്ട് ആരോ ആയിക്കോട്ടെ, സോൾവെൻറ്റിൻ്റെ സ്റ്റേറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ സൊല്യൂഷൻ്റെ സ്റ്റേറ്റ് നിർണ്ണയിക്കുക. മനസ്സിലായല്ലോ? സൊല്യൂഷൻ ലിക്വിഡ് ആണെങ്കിൽ സോൾവെൻറ്റും ലിക്വിഡ് ആയിരിക്കും, സോൾവെൻറ്റ് ഗ്യാസ് ആണെങ്കിൽ സൊല്യൂഷനും ഗ്യാസ് ആയിരിക്കും. അപ്പോൾ സോൾവെൻറ്റിൻ്റെ സ്റ്റേറ്റിനനുസരിച്ചിട്ടാണ് സൊല്യൂഷൻ്റെ സ്റ്റേറ്റ് നമ്മൾ നിർണ്ണയിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ടേമാണ് മൊളാരിറ്റി. ഒരു കോൺസെൻട്രേഷൻ ടേമാണ് ഇത് കേട്ടോ, മൊളാരിറ്റി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു പരീക്ഷക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് നിങ്ങളോട് ഇപ്പോൾ ഒരു സൊല്യൂട്ട് ഇത്ര എമൗണ്ടിലുള്ള സൊല്യൂട്ട് ഉണ്ട്, ഇത്ര എമൗണ്ടിലുള്ള സോൾവെൻ്റ് ഉണ്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ്റെ മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നമുക്ക് അതിനെന്ത് വേണം? മൊളാരിറ്റി എന്താണെന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ മൊളാരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക. 1 ലിറ്റർ സൊല്യൂഷനിൽ, ഇപ്പോൾ ഒരു ലിറ്റർ സൊല്യൂഷനിൽ ശ്രദ്ധിക്കട്ടോ, 1 ലിറ്റർ പഞ്ചസാര വെള്ളം ഉണ്ടെന്ന് നോക്കുക. പഞ്ചസാര വെള്ളമാണിത്. 1 ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിട്ടുള്ള സൊല്യൂട്ടിൻ്റെ എണ്ണം, 1 ലിറ്റർ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മൊളാരിറ്റി എന്ന് പറയുക.
അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഡെഫിനിഷൻ കൊടുക്കാം. എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അല്ലേ? ഇപ്പോൾ ഇതൊരു പഞ്ചസാര വെള്ളമാണെങ്കിൽ, 1 ലിറ്റർ പഞ്ചസാര വെള്ളമാണെങ്കിൽ അതിലടങ്ങിയിട്ടുള്ള ഷുഗർ തരികളുടെ എണ്ണം, ഷുഗർ തരികൾ എന്നല്ല, ഷുഗറിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഇല്ലേ, നമ്മുടെ നമ്പർ ഓഫ് മോൾസ്, ഷുഗറിൻ്റെ മോൾസിൻ്റെ എണ്ണം, ഷുഗർ മോൾസിൻ്റെ എണ്ണം. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മൊളാരിറ്റി എന്ന് പറയുക. അപ്പോൾ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദ ഷുഗർ മൊളാരിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി number of moles of the solute, number of moles of the solute divided by number of moles of solute in 1 liter of solution എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതിൻ്റെ വോളിയമാണ് അവിടെ ഇതാക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ 1 ലിറ്റർ, വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ 1 ലിറ്റർ. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ 1 ലിറ്റർ സൊല്യൂഷനിൽ, 1 ലിറ്റർ വോളിയം ഉള്ള സൊല്യൂഷനിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ആ സൊല്യൂഷൻ്റെ മൊളാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇനി നോക്കി നോക്കാം ഇതിൻ്റെ ഇതൊന്നുകൂടി, ഇക്വേഷൻ ഒന്നുകൂടി നോക്കി നോക്കാം. ഈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടാണ് കേട്ടോ ഇത്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. അപ്പം നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാമല്ലോ, സൊല്യൂട്ടിൻ്റെ ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണുക? ഗിവൺ വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഒരു സൊല്യൂട്ടിൻ്റെ ഗിവൺ വെയിറ്റ് നമുക്കറിയാം. ഗിവൺ വെയിറ്റിനെ ഞാൻ WB എന്നെടുത്തു, ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയിറ്റിനെ MB എന്നെടുത്തു. ഈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് തന്നെയാണ് ഞാനിങ്ങനെ എഴുതിയിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കാണാനുള്ള ഇക്വേഷൻ അല്ലേ ഇത്, അതറിയില്ലേ? ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ 1 ലിറ്റർ ആണ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് വോളിയം തന്നിട്ടുണ്ടാവും മില്ലി ലിറ്ററിലേക്കാരം. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? ലിറ്ററിക്കാക്കണം. അപ്പോൾ ഞാനിവിടെ എഴുതുന്നു വോളിയം ഇൻ മില്ലി ലിറ്റർ ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതുന്നു കേട്ടോ. ഇതിനെ ഞാനിങ്ങനെ എഴുതി, അതായത് വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ 1 ലിറ്റർ. തന്നിരിക്കുന്ന വോളിയം ചിലപ്പോൾ മില്ലി ലിറ്ററിലാണെങ്കിൽ അതിനെന്ത് ചെയ്യാം? നമ്മൾ അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നും കൂടി ചെയ്യാം. എങ്ങനെ എഴുതാം? WB ബൈ MB ഇൻറ്റു ഇതിനെ എങ്ങനെ ചെയ്യാം? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യല്ലേ ചെയ്യുക. 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ. അപ്പോൾ ഇതാണ് മൊളാരിറ്റിയുടെ ഡെഫിനിഷൻ, ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? 1 ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിട്ടുള്ള സൊല്യൂട്ടിൻ്റെ എണ്ണമാണ് എന്ത്? മൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ. അതിൽ WB എന്ന് പറയുന്നത് എന്താ അറിയോ? ഈ B എന്താ ഞാൻ പറഞ്ഞു? സൊല്യൂട്ടാണ് അല്ലേ, നേരത്തെ നമ്മൾ പഠിച്ചില്ലേ B സൊല്യൂട്ടാണെന്ന്. അപ്പോൾ വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, ഗിവൺ വെയിറ്റ് ഓഫ് സൊല്യൂട്ട്. പിന്നെ MB എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടാണ് ഈ B എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ 1000, പിന്നെ വോളിയം ഇൻ മില്ലി ലിറ്റർ. അപ്പോൾ ഇതൊക്കെ തന്നിട്ടുണ്ടാകും. എന്നിട്ട് നമ്മളോട് മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറയാം. ഓക്കെ, ഇതിനുള്ള മോർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഗൂഗിൾ മീറ്റിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ മൊളാരിറ്റി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ? ഇനി നോക്കൂ, മൊളാരിറ്റിക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സൊല്യൂഷൻ്റെ വോളിയവുമായിട്ട് ബന്ധമുണ്ട് അല്ലേ മൊളാരിറ്റിക്ക് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ സൊല്യൂഷൻ്റെ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ വോളിയത്തിൽ മാറ്റം ഉണ്ടാകും ഇല്ലേ. സൊല്യൂഷൻ്റെ ടെമ്പറേച്ചർ കൂട്ടി അതിൻ്റെ വോളിയത്തിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ അവിടെ മൊളാരിറ്റിയിലും മാറ്റം ഉണ്ടാകും കേട്ടോ. അപ്പോൾ മൊളാരിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ്. മനസ്സിലായോ? അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഏത്? മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഏതിനാണ് ഞങ്ങൾ എഴുതേണ്ടത്? മൊളാരിറ്റിക്ക് എഴുതുക, ടിക്ക് ചെയ്യുക കേട്ടോ. അപ്പം മൊളാരിറ്റി ഈസ് എ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് വാല്യൂ ആണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് വാല്യൂ ആണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗമാണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. മൊളാലിറ്റി
നേരത്തെ നമ്മൾ പഠിച്ചത് മൊളാലിറ്റി കേട്ടോ, ഇത് മൊളാലിറ്റി. എന്താണ് മൊളാലിറ്റി നോക്കി നോക്കാം. മൊളാലിറ്റി എന്താ നമ്മൾ പറഞ്ഞത്? 1 ലിറ്റർ സൊല്യൂഷനിൽ ഉള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. പക്ഷേ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? 1 കിലോഗ്രാം സോൾവെൻറ്റിൽ ഉള്ള, മനസ്സിലായല്ലോ, 1 കിലോഗ്രാം സോൾവെൻറ്റിൽ ഉള്ള സൊല്യൂട്ടിൻ്റെ എണ്ണം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? മൊളാലിറ്റി എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. 1 കിലോഗ്രാം സോൾവെൻറ്റിൽ ഉള്ള, സോൾവെൻ്റ് ആണ് കേട്ടോ, മനസ്സിലാക്കണം. 1 കിലോഗ്രാം സോൾവെൻറ്റിലുള്ള സൊല്യൂട്ടിൻ്റെ എണ്ണമാണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് നമ്മൾ പഠിച്ചു, WB/MB ഇക്വേഷൻ പഠിച്ചു, ഉണ്ടാക്കാൻ അറിയില്ലേ? ഡിവൈഡഡ് ബൈ, ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് തരിക സോൾവെൻറ്റ് ഗ്രാമിലോ മില്ലിഗ്രാമിലോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ മില്ലിഗ്രാമിൽ തന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളതിനെ മാറ്റണം ഇല്ലേ? സോൾവെൻറ്റിൻ്റെ വെയിറ്റ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ WA, ഈ എ സോൾവെൻറ്റിനെ കേട്ടോ സൂചിപ്പിക്കുന്നത്, ഡിവൈഡഡ് ബൈ 1000. അതിനെ നമ്മൾ കിലോഗ്രാമിക്ക് ആക്കുകയാണ്. ചിലപ്പോൾ WA മില്ലിഗ്രാമിലായിരിക്കും തന്നിട്ടുണ്ടാവുക, അതിനെ നമ്മൾ 1000ക്ക് കിലോഗ്രാമിക്ക് മാറ്റണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? WB/MB ഇൻറ്റു 1000/WA. അപ്പോൾ ഇതാണ് നമ്മുടെ മൊളാലിറ്റിയുടെ ഇക്വേഷൻ കേട്ടോ. മൊളാലിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു 500 ഗ്രാം അല്ലെങ്കിൽ 500 മില്ലിഗ്രാം സോൾവെൻറ്റിൽ 250 മില്ലിഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂട്ട് ലയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൊളാലിറ്റി കണ്ടെത്താനൊക്കെയാണ് നമ്മളോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ അത് ഇക്വേഷനിൽ കൊടുക്കുക, കണ്ടെത്തുക, സിമ്പിൾ. അതാണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. മൊളാലിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. മൊളാലിറ്റി മാത്രമേ ഉള്ളൂ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, മൊളാലിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്തതാണ് മോൾ ഫ്രാക്ഷൻ. അടുത്ത കോൺസെൻട്രേഷൻ ടേമാണ് മോൾ ഫ്രാക്ഷൻ. അപ്പോൾ ഈ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയോ? ഇപ്പോൾ ഒരു ബീക്കറിൽ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സൊല്യൂഷനിൽ തന്നെ 2 ടൈപ്പ് സൊല്യൂട്ട് ഉണ്ട്. ഒരു ടൈപ്പ് ഇങ്ങനെയുണ്ട്, ഒരു ടൈപ്പ് ഇങ്ങനെയുണ്ട്. 2 ടൈപ്പ് സൊല്യൂട്ട് ഉണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. നോക്കി നോക്കൂ. ഇപ്പോൾ എ 6 ആണെന്ന്, 6 എ ഉണ്ട് വിചാരിച്ചു, 6 എണ്ണ എ ഉണ്ട്. ബി ഒരു 4 എണ്ണ വിചാരിച്ചു. അപ്പോൾ 2 ആളും കൂടി എത്ര ആൾക്കാരുണ്ട്? 10 ആളുണ്ട് അല്ലേ? 2 കൂടി ചേർന്നിട്ട് 10 ആളുണ്ട്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ, എൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? അതായത് ഒരാളുടെ എണ്ണത്തെ, ഇപ്പം എൻ്റെ എണ്ണത്തെ നമ്മൾ ടോട്ടലുള്ള ആളുകളുടെ എണ്ണവുമായിട്ട് ഡിവൈഡ് ചെയ്യാം. മനസ്സിലായോ? ടോട്ടലുള്ള ഒരാളുടെ എണ്ണം, ഇപ്പോൾ എൻ്റെ എണ്ണ ആണെങ്കിൽ അത് 6 ആണ്. എൻ്റെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് 6 ആണെന്ന് വിചാരിച്ചോ. പിന്നെ ടോട്ടലുള്ളത് 6 4 10 ആണ്. അപ്പോൾ 6/10 അതാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണൻറ്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ കമ്പോണൻറ്റ്സ് ഇൻ ദ സൊല്യൂഷൻ. ആ കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണൻറ്റ്, ഈ എ എന്നുള്ള കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത, അതായത് അതിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി XA ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇതിൻ്റെ മോൾ ഫ്രാക്ഷൻ, എൻ്റെ മോൾ ഫ്രാക്ഷനാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഈ മോൾ ഫ്രാക്ഷനെ കാണിക്കാനുള്ള, ഡിനോട്ട് ചെയ്യാനുള്ള ലെറ്ററാണ് എക്സ്. XA ഇസ് ഈക്വൽ ടു എന്താണ്? എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ അല്ലേ നമ്മൾ പറഞ്ഞത്, എൻ്റെ ആളുടെ എണ്ണം, നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി അല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു എൻ്റെ നമ്പർ ഓഫ് മോൾസ് 6 ആണെന്ന് വിചാരിച്ചോ. 6 ഡിവൈഡഡ് ബൈ, ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ കേട്ടോ. പിന്നെ 6 ഡിവൈഡഡ് ബൈ 6 + 4, അതായത് 6/10 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 3/5
അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി അല്ലെങ്കിൽ എൻ്റെ മോൾ ഫ്രാക്ഷൻ. കിട്ടിയോ? മനസ്സിലായല്ലോ? ആകെയുള്ള ഒരാളുടെ എണ്ണത്തെ ആകെയുള്ള ആളുകളുടെ എണ്ണവുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ആ ആളുടെ മോൾ ഫ്രാക്ഷൻ. കിട്ടിയല്ലോ? ഇതാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണൻറ്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹെൻറീസ് ലോ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹെൻറീസ് ലോ. എന്താണ് ഹെൻറീസ് ലോ? അറിയോ ഹെൻറീസ് ലോ? അതിനൊരു എക്സാമ്പിൾ സഹിതം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ സോഡ ഒക്കെ കുടിക്കാറില്ലേ? സോഡ എങ്ങനെയാണ്? ഒരു കുപ്പിയിൽ അല്ലേ, ഒരു കുപ്പിയിൽ ഒരു ബോട്ടിലിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ചിരിക്കുകയാണ് അല്ലേ. ഒരു ബോട്ടിലിൽ നമ്മൾ ആദ്യം വെള്ളം നിറക്കും അല്ലേ, എന്നിട്ട് അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇടും അല്ലേ, എന്നിട്ട് അതിനെ നന്നായി പ്രഷർ ചെയ്തിട്ട് അങ്ങോട്ട് അടച്ചു വെക്കും അല്ലേ. അതല്ലേ നമ്മൾ സോഡ, അങ്ങനെയല്ലേ? അത് കുറച്ച് ദിവസം വെച്ചാൽ അത് അങ്ങനെ സോഡ ആയിട്ട് മാറും അല്ലേ. എങ്ങനെയാ അപ്പോൾ എന്തായിക്കാരം? നല്ലോണം പ്രഷറിൽ എന്ത് ചെയ്യുന്നു? ഈ ഗ്യാസ് ഈ വെള്ളത്തിൽ അങ്ങോട്ട് ലയിക്കുകയാണ് ചെയ്യുന്നുണ്ടാവുക ഇല്ലേ. അതല്ലേ സോഡയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഹെൻറീസ് ലോ പറയുന്നത് എന്നറിയോ? പ്രഷർ കൂടുമ്പോൾ, അതായത് ഇവിടെ പ്രഷർ നല്ലോണം കൊടുത്തപ്പോൾ, അതായത് നല്ലോണം അങ്ങോട്ട് നമ്മൾ സീൽ ചെയ്യുക, പ്രഷറിൽ വെച്ചിട്ട് ഇങ്ങോട്ട് സീൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ, മൂടി വെക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഗ്യാസ് ഈ വെള്ളത്തിൽ അങ്ങോട്ട് ലയിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നതും സൊല്യൂബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഇൻ എ ലിക്വിഡ്, ഒരു ലിക്വിഡിലുള്ള ഗ്യാസിൻ്റെ സൊല്യൂബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ദി ഗ്യാസ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഒരു ലിക്വിഡിൽ ഗ്യാസ് ലയിക്കുക എങ്ങനെയാണ്? നല്ലോണം പ്രഷർ കൊടുക്കുമ്പോഴാണ് അല്ലേ. അപ്പോൾ ഇവിടെ പ്രഷർ കൊടുക്കൽ കുറവായാൽ ഇവിടെ ഈ ഗ്യാസ് ഇതിൽ ലയിക്കുന്ന സൊല്യൂബിലിറ്റിയും കുറയും. നല്ലോണം പ്രഷർ കൊടുത്താൽ ഈ ഗ്യാസ് എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഇതിൽ ലയിക്കും, വെള്ളത്തിൽ ലയിക്കും അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് solubility of a gas in a liquid is solubility of a gas in a liquid is directly proportional to the എന്താണ് pressure applied, pressure of the gas. ഈ ഗ്യാസിൻ്റെ pressure of the gas, ആ ഗ്യാസിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ തന്നെയാണ്, അതാണ് ആ ഗ്യാസിന് കിട്ടുക. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ എന്താ പറയുക? ഹെൻറീസ് ലോൻ്റെ ആപ്ലിക്കേഷൻ ചിലപ്പോൾ ചോദിക്കും. വാട്ട് ഈസ് ഹെൻറീസ് ലോ എന്ന് ചോദിക്കും, ഹെൻറീസ് ലോൻ്റെ ആപ്ലിക്കേഷൻസും ചോദിക്കും. അപ്പോൾ എന്താ പറയുക? അപ്പോൾ ടു ഇൻക്രീസ് ദി സൊല്യൂബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ദ ബോട്ടിൽ ഈസ് സീൽഡ് അണ്ടർ പ്രഷർ ഇല്ലേ. സോഫ്റ്റ് ഡ്രിങ്ക് സോഡയിലൊക്കെ ഇപ്പോൾ ആ വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നല്ലവണ്ണം പ്രഷർ വെച്ചിട്ട് ആ ബോട്ടിൽ ഇങ്ങോട്ട് അടക്കും ഇല്ലേ. അപ്പോൾ അതാണ് ഈ ഹെൻറീസ് ലോൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഹെൻറീസ് ലോയും ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ അപ്ലിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൻറീസ് ലോ ഈസിയാണ്, ഇപ്പം തന്നെ അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ ഒരു കുഴപ്പമില്ല. പ്രഷർ കൂടുമ്പോൾ ആ ഗ്യാസ് വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ ലയിക്കും എന്നാണ് അവിടെ പറയുന്നത്. അതാണ് ഹെൻറീസ് ലോ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റവോൾസ് ലോ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹെൻറീസ് ലോൻ്റെ പോലെ തന്നെ ഉള്ള ഒരു നിയമമാണ് റവോൾസ് ലോ. എന്താണെന്ന് നോക്കി നോക്കാം. റവോൾസ് ലോ നോക്കാം. ഇനിയൊരു ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടാണ് കേട്ടോ, അല്ലാതെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു പാത്രൻ്റെ ഈ പാത്രത്തിൽ എ എന്ന് പറഞ്ഞ സൊല്യൂട്ടും ഉണ്ട്, ബി എന്ന് പറഞ്ഞ സൊല്യൂട്ടും ഉണ്ട്. എ എത്ര എണ്ണം ഉണ്ടെന്നറിയോ?
ഒരു 10 ഉണ്ട് എ വിചാരിച്ചോ. ബി എന്ന് പറഞ്ഞത് ഒരു 4 ഉള്ളൂ വിചാരിച്ചോ. എ എന്ന് പറഞ്ഞ സൊല്യൂട്ട് 10 ഉണ്ട്, ബി എന്ന് പറഞ്ഞ സൊല്യൂട്ട് 4 ഉണ്ട്. ഇനി ഞാൻ ഇത്രയാണ് ഈ സൊല്യൂഷൻ ഉള്ളത് കേട്ടോ. ഇത്രയും അളവാണ് സൊല്യൂഷൻ ഉള്ളത്. ഇതിൻ്റെ അടപ്പാണ്. ഈ പാത്രത്തിന് ഞാൻ അടച്ചു വെച്ചു. ഇനി ഞാൻ ഇതിനൊന്ന് ചൂടാക്കി വിചാരിച്ചോ. ഒന്ന് ചെറിയൊരു ചൂടൊക്കെ കൊടുത്താൽ ഇത് തിളക്കുമല്ലോ, ഈ സൊല്യൂഷൻ തിളക്കുമല്ലോ അല്ലേ. ഈ സൊല്യൂഷൻ തിളക്കുമ്പോൾ ഈ സൊല്യൂട്ടിൻ്റെ വേപ്പറൊക്കെ ഇവിടേക്ക് എത്തൂലേ അല്ലേ അല്ലേ. അങ്ങനെ ഈ സൊല്യൂട്ടിൻ്റെ വേപ്പറൊക്കെ ഇവിടെ എത്തും. ഈ സൊല്യൂട്ടിൻ്റെ വേപ്പർ ഇപ്പോൾ എൻ്റെ സൊല്യൂട്ടിൻ്റെ വേപ്പറും ഇവിടെ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ടാവില്ലേ അല്ലേ. സൊല്യൂട്ടിൻ്റെ വേപ്പർ അവിടെ എത്തുമ്പോൾ അതിനൊരു പ്രഷർ അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂട്ടിൻ ഇവിടെ എൻ്റെ സൊല്യൂട്ടും എന്തിൻ്റെ വേപ്പറും എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു പ്രഷർ ഇവിടെ കൊടുക്കുന്നുണ്ടാവും. ബീൻ്റെ വേപ്പറിൻ്റെ വേപ്പറും എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു പ്രഷർ കൊടുക്കുന്നുണ്ടാവും. ഇനി ഇവിടെ നോക്കി നോക്കൂ, നിങ്ങൾ തന്നെ പറയണേ, എൻ്റെ വേപ്പറിൻ്റെ പ്രഷറാണോ, എൻ്റെ വേപ്പർ പ്രഷറാണോ ബീൻ്റെ വേപ്പർ പ്രഷറാണോ ഇവിടെ കൂടുതലുണ്ടാവുക? ഏതായിരിക്കും? എൻ്റെതായിരിക്കും ഇല്ലേ. കാരണം എൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ് ഇവിടെ കൂടുതൽ ഇല്ലേ. അതായത് എൻ്റെ മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ ചെയ്തിട്ട് നമുക്ക് പറയാം അത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡ് ബൈ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവിടെ എൻ്റെ മോൾ ഫ്രാക്ഷൻ കൂടിയത് കാരണം ഇത് എക്സേർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷറും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതാണ് റവോൾസ് ലോ പറയുന്നത്. എന്താ റവോൾസ് ലോ പറയുന്നത്? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ്. പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എ ഇവിടെ ചെലുത്തുന്ന പ്രഷർ, വേപ്പറായിട്ട് എ അതിൻ്റെ നീരാവിയായിട്ട് അത് ഈ ഇവിടെ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ടാവില്ല, അതാണ് പാർഷ്യൽ വേപ്പർ പ്രഷർ പറയുന്നത് കേട്ടോ. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞത്. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. അതായത് മോൾ ഫ്രാക്ഷൻ ഇവിടെ എൻ്റെ മോൾ ഫ്രാക്ഷൻ ആണ് ഇപ്പോൾ കൂടുതലുള്ളത് എങ്കിൽ അപ്പോൾ എന്തായിരിക്കും, അത് ചെലുത്തുന്ന പാർഷ്യൽ വേപ്പർ പ്രഷറും ഇവിടെ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടിയാൽ അതിൻ്റെ മോൾ ഫ്രാക്ഷനും കൂടും എന്നാണ് റവോൾസ് ലോ പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം പാർഷ്യൽ വേപ്പർ പ്രഷറിനെ PA എന്ന് കൊടുക്കാം അല്ലേ. PA ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷനെ XCA എന്ന് കൊടുത്തൂടെ, XCA എന്ന് കൊടുക്കാം. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണലിനെ നമുക്ക് മാറ്റി എഴുതാം. PA ഈസ് ഈക്വൽ ടു PA0 ഇൻറ്റു XCA. ഇവിടെ ഞാൻ ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണലിനെ മാറ്റി ഒരു കോൺസ്റ്റൻ്റ് ആക്കി, അതാണ് PA0 എന്ന് പറയുന്നത് കേട്ടോ. PA0 എന്ന് പറയുന്നത് എന്താണെന്നറിയോ? വേപ്പർ പ്രഷർ ഓഫ് A and B in pure state. വേപ്പർ പ്രഷർ ഓഫ് A in pure state. പ്യുവർ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ഉള്ള അതിൻ്റെ വേപ്പർ പ്രഷറാണ്. അതൊരു കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കി. PA0 ഇസ് ദ വേപ്പർ പ്രഷർ ഓഫ് A in pure state. അപ്പം നിങ്ങൾ ഇത്ര എഴുതി വെച്ചാൽ മതി. റവോൾസ് ലോ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതെങ്കിലും എഴുതി വെക്കുക. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ കമ്പോണൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. മനസ്സിലായല്ലോ. അപ്പോൾ പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടിയാൽ അതിൻ്റെ മോൾ ഫ്രാക്ഷനും കൂടും കേട്ടോ. ഐഡിയ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും. പരീക്ഷയ്ക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണിത് കേട്ടോ. ഐഡിയൽ സൊല്യൂഷൻ. വാട്ട് ഈസ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സൊല്യൂഷൻ വിച്ച് ഒബേ റവോൾസ് ലോ. റവോൾസ് ലോ ഇല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? റവോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ് ഏത്? ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും എഴുതി വെച്ചാൽ മതി നിങ്ങൾ. ഇപ്പം തന്നെ അങ്ങോട്ട് പഠിച്ചു വെച്ചോ. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റവോൾസ് ലോ അനുസരിക്കുന്ന സൊല്യൂഷൻസ് ആണ് ഏത്? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ റവോൾസ് ലോൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മളത്? PA ഈക്വൽ ടു PA0 ഇൻറ്റു XA
അല്ലേ? അപ്പോൾ ഇതേ കാര്യം ഈ ഇക്വേഷൻ ഇത് ഒബേ ചെയ്യും, ഈ സൊല്യൂഷൻസ് ഒബേ ചെയ്യും. പിന്നെ ഇവിടെ ഇത് സൊല്യൂഷൻ ആവുമ്പോൾ, അതായത് ഈ സൊല്യൂട്ടും സോൾവെൻറ്റും സൊല്യൂഷൻ ആവുമ്പോൾ അവിടെ വോളിയം ചേഞ്ചോ മിക്സിങ് ചെയ്യുമ്പോൾ ഡെൽറ്റ വി മിക്സിങ്ങോ ഈക്വൽ ടു 0 ആണ്. അതേപോലെ തന്നെ ഡെൽറ്റ എച്ച് മിക്സിങ്ങും 0 തന്നെയാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഈ സോൾവെൻറ്റിൽ സൊല്യൂട്ട് വന്ന് ആഡ് ചെയ്യുന്ന ലയിക്കുന്ന സമയത്ത് അവിടെ ഹീറ്റ് ചേഞ്ചും ഇല്ല, എൻതാൽപ്പി ചേഞ്ചും ഇല്ല, അതായത് അവിടെ പിന്നെ അതേപോലെ തന്നെ വോളിയം ചേഞ്ചും ഇല്ല, ഡെൽറ്റ വി മിക്സിങ്ങും ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റവോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനാണ് ഏത്? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഓർമ്മ ഉണ്ടെങ്കിൽ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ഇതെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? എന്തായിരിക്കും? റവോൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസ് അല്ലേ? സൊല്യൂഷൻ ദാറ്റ് ഡു നോട്ട് ഒബേ റവോൾസ് ലോ. സൊല്യൂഷൻ ദാറ്റ് ഡു നോട്ട് ഒബേ റവോൾസ് ലോ. റവോൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? പി എ ഈക്വൽ ടു പി എ 0 ഇൻറ്റു എക്സ് എ വരുമോ? ഇല്ല, അത് നോട്ട് ഈക്വൽ ആയിരിക്കും അല്ലേ? ഇത് രണ്ടും ഗുണിച്ചാൽ ഈ ഉത്തരം കിട്ടൂല. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഡെൽറ്റ വി മിക്സിങ്ങും ഈക്വൽ ടു 0 ആവില്ല, നോട്ട് ഈക്വൽ ടു 0. ഡെൽറ്റ എച്ച് മിക്സിങ്ങും എന്താവില്ല? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റവോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ് ഐഡിയൽ സൊല്യൂഷൻ. റവോൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസ് ആണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ.